നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. കൊല്ലം ചവറയിലെ പൊതുമേഖലാ സ്ഥാപനമായ KMML-ൽ വീണ്ടും പിൻവാതിൽ നിയമനങ്ങൾക്ക് വഴിയൊരുങ്ങുന്നതായി വ്യാപക ആക്ഷേപം. കമ്പനി സ്ഥിതി ചെയ്യുന്ന ചവറയിലെയും പരിസര പ്രദേശങ്ങളിലെയും ജനങ്ങളെ പാടെ അവഗണിച്ചുകൊണ്ട് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് മറ്റു ജില്ലകളിൽ നിന്നുള്ളവരെ തിരികെ കയറ്റാൻ നീക്കം നടക്കുന്നുവെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ഭരണമാറ്റത്തോടെ വ്യവസായ വകുപ്പിലുണ്ടായ മാറ്റങ്ങളാണ് ചവറയിലെ ജനങ്ങളെ ഇപ്പോൾ ആശങ്കയിലാക്കുന്നത്. മുമ്പ് PK കുഞ്ഞാലിക്കുട്ടി വ്യവസായ മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് KMML-ൽ ഏറ്റവും കൂടുതൽ പുറം ജില്ലക്കാർക്ക്, പ്രത്യേകിച്ച് മലപ്പുറത്തു നിന്നുള്ളവർക്ക് വഴിവിട്ട് നിയമനം ലഭിച്ചതെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നു. പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ വ്യവസായ വകുപ്പിന്റെ കടിഞ്ഞാൺ വീണ്ടും ലീഗ് നേതൃത്വത്തിലേക്ക് എത്തിയതോടെ പഴയ തിരികിക്കയറ്റൽ രീതി ആവർത്തിക്കപ്പെടുമെന്നാണ് ജനങ്ങൾ ഭയപ്പെടുന്നത്. മുന്നണിയിലെ നിർണായക ശക്തിയായി മാറിയ പാർട്ടിയുടെ നീക്കങ്ങളെ പ്രതിരോധിക്കാൻ പ്രാദേശിക നേതൃത്വങ്ങൾക്ക് കഴിയുമോ എന്ന ചോദ്യവും ഇപ്പോൾ ശക്തമാണ്. ഇതിനു പുറമെ കമ്പനിയുണ്ടാക്കുന്ന വൻതോതിലുള്ള മലിനീകരണം മൂലം ചവറയും പരിസര പ്രദേശങ്ങളും ഇന്ന് ഗുരുതരമായ ആരോഗ്യ പ്രതിസന്ധിയിലാണ്. ആസിഡ് ഗ്രാമമെന്ന് ജനങ്ങൾ കണ്ണീരോടെ വിളിക്കുന്ന ഇവിടെ ഇന്ന് ഒട്ടുമിക്ക വീടുകളിലും ക്യാൻസർ രോഗബാധിതരുണ്ട്. കമ്പനി തരുന്ന മലിനീകരണവും രോഗങ്ങളും സഹിച്ച് ചവറയിലെ ജനങ്ങൾ ജീവൻ പണയം വെച്ചിവിടെ കഴിയുമ്പോൾ ഇവിടെയുള്ള തൊഴിലവസരങ്ങൾ പുറം ജില്ലക്കാർക്ക് പകുത്തു നൽകുന്നത് ക്രൂരതയാണ്. രോഗമനുഭവിക്കുന്നത് ചവറക്കാരാണെങ്കിൽ ജോലി ലഭിക്കേണ്ട മുൻഗണനയും ചവറക്കാർക്ക് തന്നെയായിരിക്കണം. ഇതാണ് നാട്ടുകാരുടെ ഒരേയൊരു ഡിമാൻഡ്. ഈ ആശങ്കകൾക്ക് ആക്കം കൂട്ടിക്കൊണ്ട് പുതിയ സർക്കാർ അധികാരമേൽക്കുന്നതിന് തൊട്ടുമുമ്പ് KMML-ൽ ജോലി വാഗ്ദാനം ചെയ്ത് ചില രാഷ്ട്രീയരായ ഉദ്യോഗാർത്ഥികൾക്കിടയിൽ കടുത്ത അമർഷത്തിന് കാരണമായിട്ടുണ്ട്. കമ്പനിയിലെ നിയമനങ്ങളിൽ പൂർണ്ണമായ സുതാര്യത ഉറപ്പാക്കണമെന്നും അഴിമതി നീക്കങ്ങളെ ജാഗ്രതയോടെ വീക്ഷിക്കണമെന്നുമാണ് പ്രദേശവാസികൾ പറയുന്നത്. ചവറയിലെ ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ പാർട്ടി ഭേദമന്യേ എല്ലാവരും ഒത്തൊരുമിച്ച് ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു വരണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത്.